ഈ ക്രൂരരായ പട്ടാളക്കാർ ഒരു ഗ്രാമത്തിലേക്ക് ഇടിച്ചു കയറുകയും ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയ ശേഷം ഒരു സ്ത്രീയെ അവളുടെ വീട്ടിൽ നിന്ന് മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചിഴക്കുകയും ചെയ്യുന്നു. അവളും ഭർത്താവും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവരെ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് വീഴ്ത്തുന്നു. തുടർന്ന് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് അവരുടെ കുടിൽ തകർക്കുന്നു. പട്ടാളക്കാർ അതിജീവിച്ച എല്ലാവരെയും വേട്ടയാടുന്നു. ഒടുവിൽ അവർ ഒരു വൃദ്ധനെ വളയുന്നു. ഗ്രാമവാസികളുടെ ഭീരുത്വത്തിൽ കുപിതനായ അദ്ദേഹം ഒരു തോക്ക് തട്ടിയെടുത്ത് സ്വയം വെടിവെച്ചു മരിക്കുന്നു. ശേഷം പട്ടാളക്കാർ ഒരു കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ പെട്ടെന്ന് ശത്രുരാജ്യത്തു നിന്നുള്ള ഒരു രഹസ്യസേന ഇടപെടുകയും കുട്ടിയെ കൊല്ലാനായി നിന്ന പട്ടാളക്കാരനെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്യുന്നു. ഈ വിദേശ സൈനികർ ആസൂത്രിതമായ ഒരു മിന്നലാക്രമണം നടത്തുകയും തുരുതുരാ വെടിയുതിർത്ത് ആ ക്രൂരരായ അക്രമികളെ ഭയന്നോടാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ ശക്തരായിരുന്ന ആ പട്ടാളക്കാർ പാടങ്ങളിലൂടെയും കാടുകളിലൂടെയും വേട്ടയാടപ്പെട്ടതോടെ കാര്യങ്ങൾ തകിടം മറിയുന്നു. ഒടുവിൽ വെറും 2 അക്രമികൾ മാത്രം അവശേഷിക്കുന്നു. അവരുടെ മുന്നിലുള്ള ഒരൊറ്റ യുവ സൈനികൻ തന്റെ വെടിയുണ്ടകൾ തീരുന്നതുവരെ കൃത്യതയോടെ അവരെ ലക്ഷ്യം വയ്ക്കുന്നു. ഒരു അക്രമി നിരായുധനായ ആ യുവാവിന്റെ നേർക്ക് പാഞ്ഞെടുക്കുന്നു. എന്നാൽ അവൻ പെട്ടെന്നൊരു വാളെടുത്ത് ഒറ്റവെട്ടിന് അക്രമിയുടെ തലയിറക്കുന്നു. അവശേഷിച്ച അവസാനത്തെ പട്ടാളക്കാരൻ ഭയന്നു വിറച്ച് തന്റെ പ്രധാന ക്യാമ്പിലേക്ക് ഓടി രക്ഷപ്പെടുകയും തങ്ങളുടെ സംഘം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്ന വിവരം അറിയിക്കുകയും ചെയ്യുന്നു. ഈ പരാജയത്തിൽ ഞെട്ടിപ്പോയ സൈനിക നേതൃത്വം വലിയൊരു പ്രത്യാക്രമണത്തിനായി തങ്ങളുടെ സൈന്യത്തെ മുഴുവൻ സജ്ജമാക്കാൻ തുടങ്ങുന്നു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.